നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ. അതിൽ ഫസ്റ്റ് പറയുന്ന പാർട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ആസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ ആണ്. പിന്നെ ബേസിക് റീസൺസ് ടു ഇമ്പോസ് ടാക്സേഷനും അതേ വീഡിയോയിൽ, ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ അതേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ 3 പോയിൻ്റ്. ഇനി ജസ്റ്റ് ചെറിയൊരു പോയിൻ്റ് മാത്രമേ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളൂ. അത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോ. ടാക്സ് ലോയിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കി ഓഫ് ടാക്സ് ലോ ഈസ് ആസ് ഫോളോസ്. താഴെ പറയുന്നത് ടാക്സ് ലോയിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കിയാണ്. ടാക്സ് പോയിന്റ് ആദ്യം ആ ബോക്സിൽ കൊടുത്തേക്കുന്നത് നോക്കണം. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രിയിൽ അതിൻ്റെ താഴെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിൽ 2 ബോർഡ്സ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ CBDTയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആൻഡ് കസ്റ്റംസ് CBDTയും CBICയും. ഈ രണ്ട് ബോർഡ്സും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 കീഴിലാണ്. CBDT എന്ന് പറയുന്നത് എല്ലാ ഡയറക്റ്റ് ടാക്സിൻ്റെയും ലെവി ആൻഡ് കളക്ഷൻ ആണ് ഡീൽ ചെയ്യുന്നത് അവർ. CBIC എന്ന് പറയുന്നത് സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ലെവി ആൻഡ് കളക്ഷൻ റിലേറ്റഡ് മാറ്റേഴ്സാണ് അവർ ഡീൽ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോയിന് തൊട്ട് മുന്നേ വരെയുള്ള പാർട്ട് ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിലുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോ എന്ന് പറയുന്നത് ടാക്സ് ലോയിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കിയാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഉണ്ട്. അതിൻ്റെ കീഴിൽ 2 ബോർഡുണ്ട്, CBDTയും CBICയും. CBDT എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിൻ്റെ ലെവി ആൻഡ് കളക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. CBIC എന്ന് പറയുന്ന ബോർഡ് സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ലെവി ആൻഡ് കളക്ഷനാണ് അവർ ഡീൽ ചെയ്യുന്നത്. ഈ 2 ബോർഡ്സും സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 കീഴിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്.